ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെയെന്ന് മാത്രമല്ല, നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ഇഡ്ഡലീൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വളരെയധികം സമയമൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാം. വെറും ഒരു ഉള്ളിയും ഒരു തക്കാളിയും മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 2 ദിവസം വരെ നമുക്ക് വീട്ടിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ പിന്നെ 2 ദിവസത്തേക്ക് ഇനി വേറെ കറീനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും വേണ്ട. അപ്പോൾ ഇതാ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കൂടി പോകരുത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ കൂടിപ്പോയി കഴിഞ്ഞാൽ കറിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രം എടുക്കുക. അതുപോലെ ഒരു കൈപ്പിടി ചെറിയ ഉള്ളി നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം, എന്നാൽ മാത്രമേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കറി എന്ന് പറയാൻ പറ്റില്ല, നമുക്കിത് സൈഡ് ഡിഷായിട്ട് അച്ചാർ പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ലൂസായിട്ടുള്ളൊരു കറിയല്ല, കട്ടിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് ചെറിയ ഉള്ളിയും ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം വലിയ ഉള്ളി എടുക്കുക. അതൊരു വലിയ ഉള്ളി എടുത്തിട്ട് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇട്ടാൽ മതി. ഈ ഒരു ഉള്ളി വാടി വരുന്ന സമയത്ത് നമ്മൾ ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്താൽ മതി. എൻ്റെ അടുത്ത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ വഴന്ന് വരണം, ആ ഒരു ബ്രൗൺ കളറായി വരണം, എന്നാൽ മാത്രം നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് നല്ലൊരു പഴുത്ത നല്ല കളറിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി അധികം ഇല്ലാത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ തക്കാളിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തക്കാളി നല്ല പോലെ വാടി വെന്തൊടയണം, എന്നാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ പഴുപ്പില്ലാത്ത തക്കാളി, പഴുക്കാത്ത തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. തക്കാളി കഷ്ണങ്ങൾ അങ്ങനെ മുന്നിട്ട് മേലെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ തക്കാളി വാടി വരാൻ വേണ്ടി ഞാനിതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വെന്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കാൻ പറഞ്ഞത്. തക്കാളി പഴുത്തതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായി വാടി അതിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി, അതായത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മറ്റേ സാധാരണ മുളക് പൊടി ഉള്ളെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർത്താൽ മതി, നല്ല എരിവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത് ചേർത്തത്. ഇതാകുമ്പോൾ നല്ലൊരു കളറ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് വഴറ്റി നല്ല പോലെ എല്ലാം യോജിച്ച് കിട്ടണം. ഇപ്പോൾ തന്നെ കറീൻ്റെ കളർ കാണുമ്പോൾ മനസ്സിലാവും, നല്ല അടിപൊളിയായിട്ട് നല്ല റെഡ് കളർ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് പുളിവെള്ളമാണ്. പുളിയും അധികം കൂടി പോകണ്ട. ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ട് ഞാൻ കുതിർത്ത് വെച്ചാണ്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ചധികം വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കുറച്ചധികം വെള്ളത്തിൽ നല്ല പോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോഴാണ് ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെ വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കഷ്ണം ശർക്കരയാണ്. ശർക്കരയും ഒരുപാട് വേണ്ട, ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ശർക്കരേൻ്റെ പൊടി ചേർത്താൽ മതി. ശർക്കര ഒന്നും ഇല്ലെങ്കിലും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. അതൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ കറി കുറുകി വരുമ്പോഴാണ് ഒരു പ്രത്യേക രുചി കിട്ടുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായിട്ട് വറ്റി വരണം, എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ്. അതുപോലെ തന്നെ ശർക്കര ഇതിൽ ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. നമ്മളിതിലിപ്പോൾ തക്കാളീൻ്റെ പുളിയും അതുപോലെ എരിവും ഒക്കെ നമ്മൾ പുളിയും ചേർത്തിട്ടുണ്ടല്ലോ, അതും ഒക്കെ ആകുമ്പോൾ ഈ ഒരു പുളിയും കൂടിയും, അതായത് നമ്മളെ പുളീൻ്റെ കൂടെ മധുരം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്തത്. ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിലൊരു ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഉപ്പും കൂടിയും ചേർക്കണം. അപ്പോൾ ആ ഒരു പുളി കുറച്ച് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നല്ലോണം ഇട്ടതിന് ശേഷം അത് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി തുറന്നിട്ടൊന്ന് കുക്ക് ചെയ്ത് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഏകദേശം ഒന്ന് തണിഞ്ഞ് ഒരു 15 മിനിറ്റ് ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോൾ ഇത് വീണ്ടും നല്ലോണം ചട്ടിയിൽ നിന്ന് തന്നെ അങ്ങ് വറ്റിപ്പോകും. ഏകദേശം ഒരു അച്ചാറിൻ്റെ ആ ഒരു പരുവത്തിലെത്തും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം തന്നെ നിങ്ങൾ നോക്കുക. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. നമുക്കിത് 1-2 സ്പൂൺ മാത്രം ചോറിന് എടുത്താൽ മതിയാകും. വേറെ കറീൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. വെറുതെ ചോറിന് ഇത് കൂട്ടി കഴിക്കാൻ നല്ല രുചിയാട്ടോ. അതുപോലെ തന്നെ ദോശ ആയാലും ചപ്പാത്തി ആയാലും ഇഡ്ഡലി ആയാലും അടിപൊളി കോമ്പിനേഷനാണ് ഇതിന്. അപ്പോൾ ഈ ഒരു കറി നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇനിയിപ്പോൾ പുറത്തിരുന്ന് കഴിഞ്ഞാലും കേടാവില്ല. അത്രയ്ക്കും വറ്റി വരണ്ട് കിട്ടിയ കറിയായത്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളടുത്ത് ഒരു ഉള്ളി ഒരു തക്കാളി മാത്രമേ നമ്മൾ അധികം എടുക്കുന്നുള്ളൂ. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. ഇപ്പോൾ മീനും ഒന്നുമില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ കണ്ടില്ലേ, ഇത് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളി കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും കഴിക്കാൻ തോന്നും, അത്രയും രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്